പരിശുദ്ധമായ റമളാനിന്റെ 23-ാം രാവിത നമ്മളിലേക്ക് കടന്നു വരികയാണ്. 23-ാം രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ട, അറിയേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒരുപാട് തസ്ബീഹുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. പരിശുദ്ധമായ റമളാൻ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമുള്ളപ്പോൾ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ ആ രാവിൽ നമ്മൾ ചെയ്യേണ്ട, അറിയേണ്ട മുഴുവൻ ഇബാദത്തുകളും ഈ വീഡിയോയിലൂടെ നമുക്കറിയാം. രോഗികളായ ആളുകൾ അവർ ആ രോഗത്തിന്റെ കിടക്കയിൽ, അത് ഹോസ്പിറ്റലിലാവട്ടെ വീട്ടിലാവട്ടെ, കിടക്കുന്ന കിടപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കാം. എൻ്റെ ഉമ്മമാർ, അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരവസ്ഥയാണല്ലോ ആർത്തവം, മെൻസസ്. ആ മെൻസസ് ഉള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും നേടാം എന്ത്? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആണുങ്ങളെല്ലാവരും പള്ളിയിലായിരിക്കുമ്പോൾ, പെണ്ണുങ്ങളെല്ലാവരും വീട്ടിലായിരിക്കുമ്പോൾ ഈ കാര്യം ചെയ്യാതെ പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ്. ഏതാണ് ആ കാര്യമെന്നറിയോ? ആരൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ടോ ആ പറ്റിക്കപ്പെടുന്നതിനെ തൊട്ട് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ ആരൊക്കെ നമ്മളെ വഞ്ചിക്കുന്നുണ്ടോ ആ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്കെ കാരണമാണ്. അതിനൊക്കെ തടയാനുള്ള വലിയ കാവലാണ് ഈ സൂറത്ത് ഓതുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമളാൻ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു, ഒരുപാട് തറാവീഹ് നമസ്കാരങ്ങൾ, ഒരുപാട് സ്വതക്കകൾ, പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ എല്ലാം അല്ലാഹു തആല അതിൻ്റെയൊക്കെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും അവസാനത്തെ 10ലേക്ക് കടന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 21-ാമത്തെ രാവും കടന്ന് ഇനി നമ്മൾ അടുത്ത 23-ാം രാവിലേക്ക് പ്രവേശിക്കുകയാണ്. 23-ാം രാവ് അത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഏറ്റവും വലിയ സാധ്യതയുള്ള ദിനമാണ് എന്ന് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ പറയുന്നതായി കാണാം, റമളാനിലെ മുഴുവൻ ദിവസങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതോടൊപ്പം റമളാനിലെ 1 മുതൽ 30 വരെയുള്ള മുഴുവൻ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് 17-ാം രാവിനെ ലൈലത്തുൽ ഖദറിൽ പ്രതീക്ഷിക്കുക. അതിനുശേഷം പറയുന്നത് അവസാനത്തെ 10, ആ അവസാനത്തെ 10ലെ എല്ലാ ദിവസവും, അത് 21-ാം രാവ്, 22, 23, 24, 25 തുടങ്ങി 30-ാം രാവ് വരെയുള്ള ആ മുഴുവൻ ദിവസങ്ങളിലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് മഹാനവറുകൾ പറയുന്നത് അവസാനത്തെ 10ലെ ഒറ്റ രാവുകൾ. അവസാനത്തെ 10ലെ ഒറ്റ രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവായിരുന്നു 21-ാം രാവ്. അത് നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമ്മളിലേക്ക് വരുന്നത് 23-ാം രാവാണ്. വളരെ ജാഗ്രതയോടെ, വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു രാവാണ് 23-ാം രാവ്. പല ആളുകളും ഈ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പറയുന്നതായി കാണാം, ലൈലത്തുൽ ഖദർ അതൊക്കെ നമ്മൾക്ക് കിട്ടില്ല, അത് മുഴുവനും പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ലൈലത്തുൽ ഖദറൊക്കെ കിട്ടൂ, ഞങ്ങൾക്കൊന്നും അത് കിട്ടില്ല. പല രോഗികളായ ആളുകൾ പറയാറുണ്ട്. അവരെന്ത് പറയും? ഞാൻ പള്ളിയിലല്ല, ഞാൻ ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് എനിക്ക് എങ്ങനെ ലൈലത്തുൽ ഖദർ കിട്ടും? ചില ഉമ്മമാർ പരാതി പറയാറുണ്ട്, ഉസ്താദെ ലൈലത്തുൽ ഖദറൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് നിസ്കരിക്കണ്ടേ, ഖുർആൻ പാരായണം ചെയ്യണ്ടേ, പക്ഷേ ഞങ്ങൾക്ക് മെൻസസ് ആണ്, ഞങ്ങൾക്ക് ആർത്തവമാണ്, ആ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെയാ ലൈലത്തുൽ ഖദർ കിട്ടുക എന്ന് പരിഭവം പറയുന്ന ഉമ്മമാരുണ്ട്, പരിഭവം പറയുന്ന രോഗികളായ ഉപ്പമാരുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ലൈലത്തുൽ ഖദർ കിട്ടണമെങ്കിൽ നിസ്കാരം തന്നെ വേണം എന്നൊന്നുമില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് മാത്രമേ ലൈലത്തുൽ ഖദർ കിട്ടൂ എന്നൊന്നുമില്ല. രോഗികളായ ആളുകൾ അവർ ആ രോഗത്തിൻ്റെ കിടക്കയിൽ, അത് ഹോസ്പിറ്റലിലാവട്ടെ വീട്ടിലാവട്ടെ, കിടക്കുന്ന കിടപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കരസ്ഥമാക്കാം. എൻ്റെ ഉമ്മമാർ, അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരവസ്ഥയാണല്ലോ ആർത്തവം, മെൻസസ്. ആ മെൻസസ് ഉള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും നേടാം എന്ത്? ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം. ഒരുപക്ഷേ അവൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും ഒരുപക്ഷേ ശുദ്ധിയില്ലാത്ത അശുദ്ധിയായ ആ ഉമ്മക്ക് കിട്ടുന്ന പ്രതിഫലം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്?
അതാണ് ഇനി പറയാൻ പോകുന്നത്. 23-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരും ഉപ്പമാരും മുഴുവൻ സഹോദരിമാരും സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ ജമാഅത്ത്, അതായത് 23-ാം രാവ് തുടങ്ങുന്ന ആ അന്നത്തെ രാവിൻ്റെ മഗ്രിബ് നമസ്കാരം, ഇശാ നമസ്കാരം, അതുപോലെ അന്നത്തെ സുബ്ഹി നമസ്കാരം, ഇത് മൂന്നും കറക്റ്റായിട്ട് ജമാഅത്തായി പള്ളിയിൽ തന്നെ വന്ന് പുരുഷന്മാരെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമ്മമാരെന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ ജമാഅത്തിന് പറ്റിയ ആളുകളുണ്ട് എങ്കിൽ, നമ്മുടെ പെൺമക്കൾ മരുമക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ജമാഅത്ത് മസ്റ്റാണ്, നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. സാധാരണ എന്ത് ചെയ്യും, അമ്മായിയമ്മ അവരുടെ മുറിയിലും മരുമകൾ അവരുടെ മുറിയിലും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരോ റൂമിൽ തന്നെ ഇരുന്ന് നിസ്കരിക്കുകയാണ് സ്വന്തമായി. എന്തിനാ നമ്മൾ വലിയ ജമാഅത്തിൻ്റെ ആ വലിയ പുണ്യം നഷ്ടപ്പെടുത്തുന്നത്? എൻ്റെ ഉമ്മമാരോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, വീട്ടിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മരുമക്കൾ അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് നമ്മുടെ ഹോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത ഏത് സമയത്തും എപ്പോൾ നിസ്കരിച്ചാലും ജമാഅത്ത് ആയി നിസ്കരിക്കാൻ എൻ്റെ ഉമ്മമാര് പരമാവധി ശ്രമിക്കണം. പ്രത്യേകിച്ച് റമളാനിൽ, പ്രത്യേകിച്ച് ഇനി വരുന്ന ദിവസങ്ങൾ, ഒറ്റ രാവുകൾ, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട രാവുകളാണ്. ഇനി വരുന്ന 23-ാം രാവിൽ അന്നത്തെ ആ ഒരു ദിവസം മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ഒറ്റ രാവുകളിലും പ്രത്യേകം മനസ്സിൽ കരുതി ഇൻഷാ അല്ലാ ജമാഅത്തായി ഞാൻ നിസ്കരിക്കും. അന്നത്തെ മഗ്രിബ്, അന്നത്തെ ഇശാ, അന്നത്തെ സുബ്ഹി. പിന്നെ തറാവീഹിൻ്റെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. തറാവീഹ് മസ്റ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ജമാഅത്ത് പറ്റുമെങ്കിൽ അത് ഒഴിവാക്കാനേ പാടില്ല, ജമാഅത്തായി തന്നെ നമസ്കരിക്കേണ്ടതാണ്. അപ്പോൾ പരാതി പറയുന്ന ആളുകൾക്ക് ഇനി ചാൻസ് ഇല്ല. കാരണം ജമാഅത്തായി നിസ്കരിക്കാനുള്ള അവസരം നമുക്കുണ്ടായിട്ടും അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം 2 ഭാഗവും കരസ്ഥമാക്കാൻ എന്ത് ചെയ്യുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക. പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കരിക്കുക. ചില ആളുകൾ ചോദിക്കും, ഈ സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കേണ്ടത് അത് റമളാനിൽ മാത്രം നിസ്കരിച്ചാൽ മതിയോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അവരോട് പറയാനുള്ളത്, റമളാനിൽ മാത്രമല്ല, റമളാനിൻ്റെ ഒറ്റ രാവുകളെന്നല്ല, വർഷത്തിൽ ഏത് സമയത്ത് നിസ്കരിച്ചാലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ജമാഅത്ത് സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്. അതെപ്പോൾ നിസ്കരിക്കുക, അത് വീട്ടിൽ തന്നെ, വീട്ടിലുള്ള നമ്മുടെ മക്കളോ മരുമക്കളോ ആരാണോ ഉള്ളത്, സഹോദരിമാരുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മമാരുണ്ടെങ്കിൽ അവർ, എല്ലാവരോടൊപ്പം ചേർന്ന് ജമാഅത്തായി നിസ്കരിക്കൽ റമളാനിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും ശക്തിമത്തായ സുന്നത്താണ്. ഒറ്റക്കൊരുമ്മ അവരുടെ റൂമിൽ നിസ്കരിക്കുന്നതിൻ്റെ 27 ഇരട്ടി പ്രതിഫലമാണ് അവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അന്നത്തെ ഇനി വരുന്ന 23-ാം രാവിൽ ഫർളായ നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയാ? നമ്മൾ മഗ്രിബിന് ശേഷം നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്ത്, അതുപോലെ തന്നെ ഇശാഇന് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന സുന്നത്തുകൾ, അതുപോലെ വിത്ർ നിസ്കാരം, തറാവീഹ് നിസ്കാരം, അതുപോലെ ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വലിയ നിസ്കാരമാണ് എന്നൊന്നുമില്ല. രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് അല്പം ദീർഘിച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുക. അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് ഖിയാമുൽ ലൈൽ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ നിയ്യത്ത്. വളരെ ലഘുവായ നിസ്കാരമായി നമുക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാം. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി നിന്ന് നിസ്കരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വലിയ ആനക്കാര്യമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാവുന്ന വലിയ സൂറത്തുകൾ ഏതാണോ ഉള്ളത് ആ വലിയ സൂറത്ത് ഓതിയിട്ട് 2 റക്അത്ത് രാത്രി നിന്ന് നിസ്കരിക്കുന്നതിനാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിച്ചാലും മതി, സുന്നത്ത് നിസ്കാരമാണ്. ആ രാത്രി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുക. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ അങ്ങനെയാണെങ്കിൽ തറാവീഹും ഖിയാമുൽ ലൈൽ അല്ലേ? തറാവീഹും ഖിയാമുൽ ലൈലിൽ പെടും എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പെടില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, തറാവീഹ് നിസ്കരിക്കുമ്പോൾ തറാവീഹിൻ്റെ നിയ്യത്ത് വെച്ച് നിസ്കരിക്കുക. ഖിയാമുൽ ലൈൽ എന്ന് സെപ്പറേറ്റ് നിയ്യത്ത് വെച്ചിട്ട് ഒരു 2 മണിക്കോ 3 മണിക്കോ അല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആ സമയത്തോ ഒക്കെ നമുക്ക് നമസ്കരിക്കാം. അതുപോലെ തഹജ്ജുദ് നിസ്കാരം, അതുപോലെ അവ്വാബി നിസ്കാരം, അതുപോലെ തസ്ബീഹ് നിസ്കാരം, ഇതൊക്കെ ഈ 23-ാം രാവിൽ നമ്മൾ പരമാവധി നമസ്കരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടിക്കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത്, ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാൻ
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബാക്കളും നിത്യമായി എല്ലാ സമയത്തും, പ്രത്യേകിച്ച് റമളാനിലെ ഓരോ ദിവസത്തിലും, അതിൽ പ്രത്യേകിച്ച് റമളാനിലെ അവസാനത്തെ 10-ന്റെ എല്ലാ ദിവസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു അമലാണ് ഇനി പറയാൻ പോകുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആണുങ്ങളെല്ലാവരും പള്ളിയിലായിരിക്കുമ്പോൾ, പെണ്ണുങ്ങളെല്ലാവരും വീട്ടിലായിരിക്കുമ്പോൾ ഈ കാര്യം ചെയ്യാതെ പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ്. ഏതാണ് ആ കാര്യമെന്നറിയോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്യം നമുക്ക് വളരെയധികം ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. എന്താ മഹാനവറുകൾ പറയുന്നത്? മഹാനവറുകൾ പറയുന്നു, മൻ ഖറഅ, ഒരുവൻ ഓതിയാൽ, മൻ ഖറഅ, ഒരുവൻ പാരായണം ചെയ്താൽ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുന്ന ആ സൂറത്തുൽ ഖദർ ഒരു മനുഷ്യൻ റമളാനിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10-ലെ ഒറ്റയൊറ്റ രാവുകളിൽ അവൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ബഅദൽ ഇശാ നമസ്കാരത്തിന് ശേഷം അവൻ ഓതിയാൽ 7 മറാത്ത്, 7 പ്രാവശ്യം റമളാനിലെ ഒറ്റയൊറ്റ രാവുകളിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10-ലെ ഒറ്റയൊറ്റ രാവുകൾ, അതാ ഇനി വരാനിരിക്കുന്ന 23-ാം രാവിൽ നമ്മൾ ഇശാ നമസ്കാരത്തിന് ശേഷമോ തറാവീഹ് നമസ്കാരത്തിന് ശേഷമോ ആ രാത്രിയിൽ 7 പ്രാവശ്യം ഓതിയാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം, ആഫാഹുല്ലാഹു മിൻ കുല്ലി ബലാഇൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ആപത്തുകളെ തൊട്ട്, മുഴുവൻ പ്രയാസങ്ങളെ തൊട്ട് തടയുന്നതാണ്. തീർന്നില്ല, വദഅലഹു 70,000 മലക്കിൻ ബിൽ ജന്ന, 7 മുതൽ 70 മുതൽ 7000 മുതൽ 70,000-ഉം 7 ലക്ഷവും വരെ പല കിതാബുകളിലും പല രൂപത്തിൽ കാണാം. ഏറ്റവും കൂടുതൽ 7 ലക്ഷം മലക്കുകൾ വരെ അവനിക്ക് വേണ്ടി ദുആ ചെയ്യും. എന്തിനാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, ഇവനെ നീ സ്വർഗത്തിൽ കടത്തണേ. കാരണം അവൻ 7 പ്രാവശ്യം ഏത് സൂറത്ത് ഓതി? സൂറത്തുൽ ഖദർ ഓതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് 7 പ്രാവശ്യം ഈ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് അവൻ 7 പ്രാവശ്യം സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ, എവിടെ? എല്ലാ ദിവസവും ഓതാം. അതോടൊപ്പം തന്നെ റമളാനിലെ ഒറ്റ രാവുകളിൽ, അതിൽ സ്പെഷ്യലായിട്ട് റമളാനിലെ അവസാനത്തെ ഒറ്റ രാവ്, ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഈ ഒറ്റ രാവുകളിൽ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, സുബ്ഹി നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം ഓതിയാൽ, മഹാനവറുകൾ പറയുന്നു, മിൻ കുല്ലി ഹമ്മിൻ ഫറജ, മുഴുവൻ പ്രയാസങ്ങൾ, മുഴുവൻ കടങ്ങൾ, അതുപോലെ തന്നെ ആരൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ടോ ആ പറ്റിക്കപ്പെടുന്നതിനെ തൊട്ട് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ ആരൊക്കെ നമ്മളെ വഞ്ചിക്കുന്നുണ്ടോ ആ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്കെ കാരണമാണ്. അതിനൊക്കെ തടയാനുള്ള വലിയ കാവലാണ് ഈ സൂറത്ത് ഓതുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത്. എത്ര വലിയ ശ്രേഷ്ഠതയാണ്! തീർന്നോ? ഇല്ല, വീണ്ടും പറയുന്നു, എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഈ സൂറത്തുൽ ഖദർ അവൻ ഓതിക്കഴിഞ്ഞാൽ, മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവനിക്ക് റിസ്ക് നൽകുന്നതാണ്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മുടെ അയൽവാസികൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാമ്പത്തികമായ ഭദ്രതയുള്ള ആളുകളൊക്കെ നമുക്കൊരു പക്ഷേ റമളാൻ കിറ്റായിട്ട്, പെരുന്നാൾ കിറ്റായിട്ട് ഒക്കെ നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുമ്പോൾ അള്ളാഹു അവരെ ഏൽപ്പിക്കുന്നതാണ്. അള്ളാഹ് നമ്മളെ ഏൽപ്പിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹ് നമുക്ക് റിസ്ക് നൽകും. റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, നമ്മുടെ വസ്ത്രമുണ്ട്, നമ്മുടെ വീടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പണം, സമ്പത്ത് എല്ലാം ഈ റിസ്ക്കിൽ പെടും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ റിസ്ക് അള്ളാഹു മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് നമ്മുടെ അടുക്കിലേക്ക് വിടും. ആർക്കാണ് ആ പ്രതിഫലം കിട്ടുക? സൂറത്തുൽ ഖദർ എല്ലാ ദിവസവും ഓതുന്ന ആൾക്ക്. പിന്നെയോ തീർന്നില്ല, ഒരു മനുഷ്യൻ എല്ലാ നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം വെച്ച് ഈ സൂറത്തുൽ ഖദർ ഓതിയാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും സിഹർ, കണ്ണേറ്, നാവിൻ്റെ ദോഷങ്ങൾ, കൊതി ഒന്നും ഏൽക്കുകയില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പിന്നെ മഹാനവറുകൾ പറയുന്നു, ഒരു മനുഷ്യൻ മഗ്രിബ് നമസ്കാരത്തിനും സുബ്ഹി നമസ്കാരത്തിനും ശേഷം ഈ സൂറത്ത്
അവനക്ക് ഇഷ്ടമുള്ള എണ്ണം അവൻ പാരായണം ചെയ്താൽ, അതൊന്നാവട്ടെ, രണ്ടാവട്ടെ, മൂന്നാവട്ടെ, എത്രയാണോ അവനെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അവൻ ഓതിയാൽ ശൈത്വാന്റെ ഷർറ്, അല്ലേ, നമ്മൾ ചെയ്യുന്ന ഈ പാപങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഹറാമുകളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ശൈത്വാന്റെ ദുർബോധനം കൊണ്ടാണ്. ആ ശൈത്വാന്റെ ദുർബോധനത്തിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകും. എങ്ങനെ? മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ 2 നമസ്കാരത്തിന് ശേഷവും നമുക്കിഷ്ടമുള്ള എണ്ണം, ഒന്നാവട്ടെ, രണ്ടാവട്ടെ, മൂന്നാവട്ടെ, അഞ്ചാവട്ടെ, എത്രയാവട്ടെ, ഇഷ്ടമുള്ള എണ്ണം ഈ സൂറത്ത്, അതായത് സൂറത്ത് എല്ലാ നമസ്കാരത്തിന് ശേഷവും പതിവാക്കി കഴിഞ്ഞാൽ ശൈത്വാന്റെ ഷർറിനെ തൊട്ട് കാവൽ കിട്ടുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാ. തീർന്നില്ല, വീണ്ടും മഹാനവറുകൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ വെള്ളിയാഴ്ച ദിവസം, യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം 1000 പ്രാവശ്യം ഈ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ അവന്റെ മരണത്തിന് മുമ്പ് അവൻ ആരെ കാണും? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ നേരിട്ടവന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടേ അവൻ മരിക്കൂ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്. വീണ്ടും മഹാനവറുകൾ പറയുന്നു, യാത്ര പോകുന്ന ആളുകൾ, കച്ചവടത്തിനായിട്ട് പോകുന്ന ആളുകൾ, അവരൊക്കെ ഈ ഒരു സൂറത്ത് പതിവാക്കിയാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, പറ്റിക്കപ്പെടൽ, അതുപോലുള്ള മുഴുവൻ അബദ്ധങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു അവനെ സംരക്ഷിക്കുന്നതാണെന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പോൾ ഈ 23-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ സൂറത്തുൽ ഖദ്ർ ഒരുപാട് വട്ടം, 1000 വട്ടം ഞാൻ ഈ രാത്രിയിൽ, ഈ വരുന്ന 23-ാം രാവിൽ, ആ രാത്രിയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഓതുമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും നിയ്യത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതും. ഇനി 1000 വട്ടം ഓതാൻ പറ്റിയില്ലേ, നമുക്ക് 900 ഓതാം. അതിനും പറ്റിയില്ലേ, 800 ആക്കാം, 700 ആക്കാം, 600 ആക്കാം, 500 ആക്കാം. അങ്ങനെ കുറച്ച് ഒരു 10 പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സൂറത്ത് ഓതുമെന്ന് നിയ്യത്ത് ചെയ്യുക. അതിനേക്കാൾ കുറച്ച് പിന്നെ നമ്മൾ അത്രയും പിശുക്കന്മാരായി പോകാൻ പാടില്ലല്ലോ. 10 പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ അത് ഈ സൂറത്ത് 23-ാം രാവിൽ ഓതുമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും നിയത്ത് ചെയ്യുക. സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പറ്റി വിശാലമായിട്ട് അള്ളാഹു പ്രതിപാദിക്കുന്ന സൂറത്താണ്. അതുകൊണ്ട് ആ സൂറത്ത് ഞാൻ ഓതും, 10 പ്രാവശ്യമെങ്കിലും, കൂടിയത് 1000 പ്രാവശ്യമെങ്കിലും ഞാൻ ഓതുമെന്ന് ഓരോരുത്തരും നിയത്ത് ചെയ്യുക. മാത്രമല്ല, നമുക്ക് ഈ 23-ാം രാവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 23-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അന്നത്തെ മഗ്രിബ്, ഇശാ, സുബ്ഹി, ഇത് 3ഉം നിർബന്ധമായിട്ടും ഞാൻ ജമാഅത്തായി നിസ്കരിക്കും. അതോടൊപ്പം തന്നെ തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അതുപോലെ തസ്ബീഹ് നിസ്കാരം, ഖിയാമുൽ ലൈൽ, എങ്ങനെ ഏതൊക്കെ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടോ അത് മുഴുവനും ഞാൻ നിസ്കരിക്കുമെന്നുള്ള വലിയ ദൃഢനിശ്ചയം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും എടുക്കുക. അതോടൊപ്പം തന്നെ ഉമ്മമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. ശുദ്ധിയുള്ള മുഴുവൻ ആളുകളും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ശുദ്ധിയില്ലാത്ത ആളുകൾ ഉണ്ടാകും, അവർക്ക് പറയാൻ പോകുന്ന അടുത്ത അമൽ എന്തെന്നറിയോ? അത് ശുദ്ധിയുള്ളവരാവട്ടെ ശുദ്ധിയില്ലാത്തവരാവട്ടെ, വീടുകളിൽ ഇഅ്തികാഫിരിക്കുന്ന ഉമ്മമാരാവട്ടെ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്ന ഉപ്പമാരാവട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആയത്തുൽ കുർസി ഓതുക. അപ്പോൾ ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് ശുദ്ധിയില്ലാത്ത ഉമ്മമാർക്ക് ആയത്തുൽ കുർസി ഓതാമോ? ആയത്തുൽ കുർസി നിങ്ങൾക്ക് ഓതാം, പക്ഷേ അതെന്ത് രീതിയിൽ? ഇതൊരു ദിക്റാണ്, ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചൊല്ലുന്ന ദിക്റാണ് എന്ന നിയ്യത്തിൽ, അല്ലെങ്കിൽ എനിക്കൊരു ആപത്തുണ്ടാവാതിരിക്കാൻ ഉള്ള ഒരു ദിക്റാണ് ഞാൻ ഓതുന്നത് എന്ന നിയ്യത്തിൽ ആയത്തുൽ കുർസി പതിവാക്കുക. ആയത്തുൽ കുർസി, ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഈ 23-ാം രാവിൽ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ല. മഹാന്മാർ പറയുന്നതായി കാണാം, ഒരു മനുഷ്യൻ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. പക്ഷേ അവൻ്റെ ഇടയിൽ ഒരേ ഒരു മറ മാത്രമാ ഉള്ളത്. എന്ത്? മരണമെന്ന മറ. ആ മരണമെന്ന മറ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിലേക്ക്. ആർക്കായി പ്രതിഫലം കിട്ടുന്നത്? എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യന്. ഇനി നിസ്കരിക്കാൻ പറ്റാത്ത ഉമ്മമാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കോ, ഇതൊരു ദിക്റാണ് എന്ന നിലയിൽ ഇതിങ്ങനെ പതിവായിട്ട് ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ
يشاءونه إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്ന, ചെറുപ്പം മുതലേ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള ആ ആയത്തുൽ കുർസി നിത്യമായി പാരായണം ചെയ്യുക. നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഈ ആയത്തുൽ കുർസി വീട്ടിൽ നിന്നും ഓതിയിട്ട് പോവാൻ പറയുക. ഉമ്മമാരാകുന്ന, വാപ്പമാരാകുന്ന നമ്മൾ തന്നെ ഇത് 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ഓതിയിട്ട് നമ്മുടെ മക്കളുടെ തലയിൽ ഊതുക. ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതുക. കാരണം അതൊക്കെ വലിയ കാവലാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാകും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ വരുന്ന 23-ാം രാവിലെ നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ കൂടിയുണ്ട്. അത് എൻ്റെ ഉമ്മമാർ നിസ്കാരമുള്ളപ്പോഴാവട്ടെ ഇല്ലാത്തപ്പോഴാവട്ടെ എല്ലാ സമയത്തും ഓതാൻ പറ്റിയ ഒരു ദിക്റാണ്. അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു ആയത്താണ്. അത് നമുക്ക് ദിക്റാണെന്ന നിലയിൽ ഓതാം. ഏതാണ് ആ ദിക്ർ? ഏതാണ് ആയത്ത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓതിയിട്ടുള്ള മഹാനവർ പറഞ്ഞ ആ ഒരു ദിക്റാൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നീനവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുകയാണ്, പ്രബോധനത്തിന് വേണ്ടി അയക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവനും ഷിർക്കിലും കുഫറിലും ഒക്കെയായിട്ട് മഹാനവറുകൾ പറയുന്ന ദഅവത്തൊന്നും ശ്രദ്ധിക്കാതെ, അള്ളാഹുവിനെ അനുസരിക്കാതെ അവരൊക്കെ വലിയ കുഫറിലും ഷിർക്കിലും വലിയ അഹങ്കാരത്തിലും ധിക്കാരത്തിലുമായി ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് മഹാനവറുകൾ ഒരുപാട് കണ്ടു പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തണേ, നീ ഷിർക്ക് നിർത്തണേ, നിങ്ങൾ ഈ കുഫർ നിർത്തണേ, നിങ്ങൾ ഈ അഹങ്കാരം നിർത്തണേ. ആരും ചെവിക്കൊണ്ടില്ല, ആരും അംഗീകരിച്ചില്ല. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാനം വേദനയായി, വിഷമമായി മഹാനവർ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ, അതായത് ആരോടും പറയാതെ മഹാനവറുകൾ ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ഒരു പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് നാട്ടിലാണോ ദഅവത്തിന് ഏൽപ്പിക്കപ്പെട്ടത് ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാവൂ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ പുറത്തേക്ക് കടന്നു. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാറ്റും കോളും ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് കപ്പിത്താൻ പറഞ്ഞു, നമ്മുടെ കപ്പലിൽ ആളുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ കപ്പൽ ഇങ്ങനെ ആടി ഉലയുന്നത്. അതുകൊണ്ട് ഒരാളെ നമുക്കിതിൽ നിന്നും ഒഴിവാക്കിയാൽ നമ്മുടെ കപ്പൽ സുഗമമായി യാത്ര ചെയ്യും. ആളുകൾ പരസ്പരം നോക്കി, ഞങ്ങൾ ആരും പുറത്തേക്ക് പോവില്ല, ഞങ്ങൾ ആരും കടലിലേക്ക് ചാടില്ല. അവസാനം അവർ നറുക്കിട്ടു എന്നാണ്. 3 പ്രാവശ്യം നറുക്കിട്ടു എന്ന് കാണുവാൻ സാധിക്കും. 3 പ്രാവശ്യം നറുക്ക് വീണത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരാണ്. അങ്ങനെ മഹാനവറുകളെ ആളുകൾ താങ്ങിയെടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഹിഫാലത്ത് അവിടെ വരികയാണ്. ഒരു മത്സ്യം വന്ന് മഹാനവറുകളെ വിഴുങ്ങുകയാണ്. മഹാനവറുകൾക്ക് അപ്പോൾ മനസ്സിലായി, അള്ളാഹുവേ, ഞാനിത് നിന്റെ ആ ഒരു കൽപ്പന കേൾക്കാതെ, നിന്റെ കൽപ്പനയില്ലാതെ ആ നീനവ എന്ന് പറയുന്ന നാട്ടിൽ നിന്നും പുറത്തേക്ക് കടന്നത് കാരണമാണ് എനിക്ക് ഈ പരീക്ഷണം ഉണ്ടായത്. എന്നെ ഈ പരീക്ഷണത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന നീയത്തിൽ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ എന്ന നീയത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം എന്ന് നമുക്ക് കാണാം, അല്ല 3 ദിവസമാണ് എന്നും കാണാം. എത്ര തന്നെയാവട്ടെ, ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായ ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമുക്കൊക്കെ മനഃപ്പാഠമുള്ളതാണ്, നമ്മളൊക്കെ സ്ഥിരമായിട്ട് പാരായണം ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ഈ ദിക്ർ ഇനി നമ്മളിലേക്ക് കടന്നു വരുന്ന 23-ാം രാവിൽ ഞാൻ മസ്റ്റായിട്ട് ചൊല്ലും. ഞാനൊരു 100 പ്രാവശ്യം ചൊല്ലും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന എണ്ണം ഞാൻ ചൊല്ലുമെന്ന നല്ലൊരു നിയ്യത്തുണ്ടാവണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിങ്ങനെ ഒരുപാട് വട്ടം പറയുക. എന്താ അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനില്ല. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ ഞാൻ വലിയൊരു പാപം ചെയ്തു പോയി, ഞാൻ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത് ഞാൻ ളാലിമീങ്ങളിൽ, അക്രമങ്ങളിൽ പെട്ടുപോയവനാണ്, എനിക്ക് നീ പൊരുത്തപ്പെട്ട് നൽകണേ എന്നാണ് ആ ദുആയിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതിങ്ങനെ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. പിന്നെ ഒരുപാട് ദുആ ചെയ്യുക, അള്ളാഹിനോട് നല്ല രൂപത്തിൽ ദുആ ചെയ്യുക. ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞിട്ട് ഈ വരുന്ന 23-ാം രാവിൽ ഒരുപാട് പ്രയാസമുള്ളവരാണ് നമ്മൾ, ഒരുപാട് പ്രശ്നമുള്ളവരാണ്, ഒരുപാട് രോഗങ്ങളുള്ളവരാണ്. ആ രോഗവും പ്രയാസവും പ്രശ്നങ്ങളൊക്കെ മാറാൻ നമ്മൾ നല്ല രൂപത്തിൽ ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന സമയത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ആ ദുആ നമ്മൾ ഒരുപാട് വട്ടം പറയുക.
അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമളാനിൽ നമ്മൾക്ക് പറയൽ സുന്നത്തായ ഒരുപാട് ദിക്റുകളുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ആ ദിക്ർ നമ്മൾ പറയുക. റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ ചോദിച്ച റഹ്മത്തിനെ നമുക്ക് ചോദിക്കാം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. മഗ്ഫിറത്തിന്റെ പത്തിൽ നമ്മൾ പറഞ്ഞ ദുആ അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ഇത്കും മിനൻ നീറാൻ, അതുപോലെ ദുഖൂലുൽ ജന്നയുടെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ദിക്ർ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ആ ഒരുപാട് വട്ടം ആ ദിക്ർ ഇങ്ങനെ പറയുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, യാ കരീം യാ റഹീം യാ അല്ലാഹ് എന്ന് ചേർത്ത് പറയലും നല്ലതാണ്. അങ്ങനെ പല പള്ളികളിലും അങ്ങനെ പറയാറുണ്ട്. ഇനി പറഞ്ഞില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ദിക്റുകൾ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ ഉപ്പമാരും ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട ദിക്റുകൾ ഒരുപാട് വട്ടം നമ്മൾ പറയുക, ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലുക, എന്നിട്ട് അവസാനം ദുആ ചെയ്യുക. ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ മുടക്കാൻ പാടില്ല. തസ്ബീഹ് നമസ്കാരം, അതുപോലെ തന്നെ ഒരുപാട് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, വിത്റുണ്ട്, അതുപോലെ ഖിയാമുൽ ലൈലുണ്ട്, അതുപോലെ തഹജ്ജുദുണ്ട്. അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളെല്ലാം മുടക്കാതെ കൃത്യമായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ രാവിലാണ് ഈ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു വെച്ചിട്ടുള്ളതെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് കിട്ടും. എങ്ങനെ? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മദ്രസ തൊട്ടേ കേൾക്കുന്നതാണല്ലോ, പരിശുദ്ധമായ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ കൂലിയാണ്, ഒരു ഫർള് ചെയ്താൽ 70 ഫർള് ചെയ്ത കൂലിയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇത്ര വലിയ പ്രതിഫലം കിട്ടുമോ ഉസ്താദ് എന്ന് ചോദിക്കുന്ന സംശയമുള്ള പല ആളുകളും ഉണ്ടാകും. കിട്ടും, ഉറപ്പാണ്. കാരണം തരുന്നവൻ അല്ലാഹുവാൻ, തരുന്നവൻ അല്ലാഹുവാൻ. നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പറയേണ്ട താമസം അല്ലാഹു അത് നമുക്ക് നൽകും. പ്രത്യേകിച്ച് ഈ 23-ാം രാവിൽ നമ്മൾ ഈ പറയപ്പെട്ട ദിക്റുകൾ, സ്വലാത്ത്, പ്രത്യേകിച്ച് സ്വലാത്തിന്റെ കാര്യം മറന്നു പോകണ്ട. നമുക്കറിയാവുന്ന സ്വലാത്ത്, പ്രത്യേകിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് എന്ന് ചേർത്താലും കുഴപ്പമില്ല, അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ആ സ്വലാത്ത് ഒരുപാട് കണ്ട് പറയുക കേട്ടോ. ആ ഒരുപാട് കണ്ട്. കാരണം ഒരു സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വട്ടം സ്വലാത്ത് പറഞ്ഞ, അതായത് 70 പ്രാവശ്യം, അല്ലെങ്കിൽ അല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അദദ് സ്വലാത്ത്, അതായത് ലോകത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും എണ്ണത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ എന്നാണ് ഈ സ്വലാത്തിലൂടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ സ്വലാത്തൊക്കെ പറയുക, ഈ ദിക്റുകൾ, ഈ ഔറാദുകൾ, അതുപോലെ ഖുർആൻ പാരായണം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ, ഒരുപാട് തസ്ബീഹുകൾ, ഒരുപാട് തക്ബീറുകൾ ഒക്കെ നമ്മൾ പറയുക. ഇൻഷാ അല്ലാഹ് ഈ 23-ാം രാവിലാണ് ലൈലത്തുൽ ഖദ്ർ പടച്ചവൻ വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായി നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ, ഇതൊക്കെ റമളാനിൽ നമ്മൾ ഈ പറയുന്ന സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ വലിയ ഫർളിൻ്റെ കൂലിയാണ് കിട്ടുക, വലിയ ഫർളിൻ്റെ കൂലിയാണ് കിട്ടുക. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുത്താതെ വളരെ ജാഗരൂകരായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ മഹത്തായ സംരംഭം നിങ്ങളിലേക്ക് ഒരുപാട് ഇൽമുകൾ എത്തിച്ചു തരുന്നുണ്ട്. ഒരുപാട് അറിവുകൾ പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ ഒരുപാട് ദിക്റുകളുടെയും ഒരുപാട് തസ്ബീഹുകളുടെയും ശ്രേഷ്ഠതകളും നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട അമലുകളൊക്കെ നിങ്ങളിലേക്ക് വീഡിയോയായി എത്തിച്ചു തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് കേട്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ അമൽ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിവില്ലായിരിക്കാം. അത് അവരും കൂടി കേൾക്കട്ടെ, അവരും കൂടി പഠിച്ച് അവരും ജീവിതത്തിൽ അമൽ ചെയ്യട്ടെ. അതിൻ്റെ പ്രതിഫലം നമുക്കാണ് കിട്ടുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റായി ഒരുപാട് ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, ഹലാലായ മുറാദുകൾ ഹാസിലാവാനുള്ളവർ, മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയവർ, നമ്മളോട് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു ഖൈറായ സമയത്ത് ഖൈറായ രീതിയിൽ നമ്മളെ എല്ലാവരെയും അവിടെ എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.